ഹലോ, ഏകദേശം ഒരു 10 മണി രാവിലെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് പിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. നമുക്ക് വേണ്ട മെയിൻ ഐറ്റംസ് എല്ലാം തന്നെ പാപ്പ മാർക്കറ്റിൽ പോയി മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കേര ഫിഷ് ആണോ നമ്മൾ പിക്കിളിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് പിക്കിളിന് വേണ്ട വിധം ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ കീപ്പ് ചെയ്യാം. ഇനി കുറച്ച് എല്ലാം തന്നെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രിപ്പറേഷൻ വന്നിട്ട് ബിന്ദുമ്മയുടെ കേട്ടോ. ആവശ്യമായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇഞ്ചി ഇട്ട് കൊടുക്കാം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും അടുത്തത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം ഉലുവാപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക. കുറച്ച് കുരുമുളക് പൊടിയും നമുക്ക് ചേർക്കാം. അതിന് ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് വിനീഗറും കൂടി ചേർത്ത് കൊടുത്ത് പരിപാടി അവസാനിപ്പിക്കും. എനിക്ക് അമ്മയ്ക്ക് നോമ്പായത് കൊണ്ടിട്ട് തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിശിഷ്ട വ്യക്തിയായ ഞങ്ങളുടെ സ്വന്തം അച്ഛനെയാണ് വിളിക്കുന്നത്. കേട്ടല്ലോ, സെറ്റ്. ഇനി അടുത്തത് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബീഫ് പിക്കിളാണ് കേട്ടോ. 2 കിലോ ബീഫാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. കുക്കറിൽ വെച്ച് അടച്ചു വേവിക്കുക. ഈ ഒരു അച്ചാർ പ്രിപ്പയർ ചെയ്യുന്നത് ലൈലാമ്മയാണ് കേട്ടോ, അതായത് എൻ്റെ സ്വന്തം അമ്മ. 5 വിസിലാണ് കേട്ടോ നമ്മൾ ബീഫ് വേവാൻ വേണ്ടിയിട്ട് എടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ഈ ബീഫ് വറുത്തെടുക്കാം. ബാക്കിയൊക്കെ സെയിം തന്നെ എണ്ണയിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി നമുക്ക് ചേർക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയാണ് വേണ്ടത്. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മസാലസും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ യോജിപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് ചൊറുക്ക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം, ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ഐറ്റത്തിന് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം അപ്പച്ചനാണ് ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ ജാർ നിറയെ സന്തോഷവുമായി അതതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ വേണ്ടപ്പെട്ട ആളാണ് ഇത്. ദൂരെ മാറി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ്. വിഷ്ണു അത് എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നതിലൂടെ മനസ്സിലായിട്ടോ. ഇതുപോലെ ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ പ്രവാസികൾക്ക് നമ്മൾ കൊടുത്തു വിടാറുണ്ട് അല്ലേ. ഒന്ന് ആലോചിച്ചാൽ നാടും വീടും ബന്ധുക്കളെയൊക്കെ വിട്ടു നിൽക്കുന്ന പ്രവാസികൾക്ക്, എസ്പെഷ്യലി സ്റ്റുഡൻസ്, ഇനി അങ്ങോട്ട് വരുന്ന കുറച്ച് ദിവസങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഈ അച്ചാറും കുപ്പികളാണ്. അങ്ങനെ ചെറിയ രീതിയിൽ കൈയൊക്കെ ഒന്ന് മുറിച്ചതിന് ശേഷം അച്ചാർ 2 സൂപ്പറായിട്ടുണ്ട്, കൊള്ളാം, അടിപൊളി. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.